ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഓണം വിഭവങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് കിച്ചടിയും. പലതരം കിച്ചടികളുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കിച്ചടിയാണ്. അപ്പോൾ ഇതിന് മുൻപ് വെള്ളരിക്ക കൊണ്ടുള്ള കിച്ചടി, ബീട്രൂട്ട് കൊണ്ടുള്ള കിച്ചടി എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും പേര് ഒന്ന് തന്നെയാണെങ്കിലും ഉണ്ടാക്കുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഒന്ന് വറുത്ത് വയ്ക്കുകയാണെങ്കിൽ വേറൊന്ന് അരച്ച് വയ്ക്കും, വേറൊന്ന് വേവിച്ച് വയ്ക്കും, അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോ കാണുക. ഞാൻ ഇതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം റെസിപ്പീസ് എല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ചാനലിൽ ഓണം റെസിപ്പീസ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ റെസിപ്പീസും, വിവിധ തരം പായസം എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു കിച്ചടിയാണ്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക വാങ്ങുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഈ ഭാഗം, അതിൻ്റെ ആ വാല് ഭാഗം അതിങ്ങനെ ഒടിച്ച് നോക്കണം. പെട്ടെന്ന് ഒടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഒടിയാതെ അങ്ങനെ മടങ്ങി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് ഹാർഡായിട്ടുള്ളത്, അത് നമുക്ക് കറിക്ക് അത്ര നന്നായിരിക്കില്ല. അതുപോലെ നമ്മൾ വാങ്ങിയ ഉടനെ ഈ പാർട്ട്, അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഹാർഡാവാതെ ഇരിക്കും. നമ്മൾ വെണ്ടയ്ക്ക വാങ്ങി അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. നമുക്ക് പിന്നെ അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ കറിക്ക് ടേസ്റ്റും കാണില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വെണ്ടയ്ക്ക വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ മുതിർന്നവർക്കെല്ലാം അറിയാമായിരിക്കും. ഞാൻ പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ അരിഞ്ഞെടുക്കുക കറികളിൽ ചേർക്കാൻ. അരിഞ്ഞതിന് ശേഷം കഴുകുകയാണെങ്കിൽ കൂടുതൽ വഴുവഴുപ്പ് വരും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മൾ അരിയുന്നതിന് മുൻപ് തന്നെ നല്ലപോലെ കഴുകിയെടുക്കുക. ഞാൻ ഒരു 13 വെണ്ടയ്ക്ക, ഒരു മീഡിയം സൈസിലുള്ള 13 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിയുമ്പോൾ ശ്രദ്ധിക്കണം, ഇടയ്ക്ക് കേടുള്ളത് മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനതിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തു, ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തു. അങ്ങനെ ഇട്ട് കൊടുക്കും. നമുക്കിതിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു 2-3 മിനിറ്റ് ഈ അടപ്പ് അടച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് ഇപ്പോൾ അടപ്പെടുത്ത്
അപ്പോൾ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഫ്ലെയിം ഒരല്പം വേണമെങ്കിൽ കൂട്ടാം, പക്ഷേ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. എണ്ണ കുറവാണെങ്കിൽ ഒരല്പം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കിച്ചടിക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. ഞാൻ ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് പാർട്ട് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അടിഭാഗത്ത് വരുന്ന ആ കറുത്ത പാർട്ട് കിച്ചടി പോലുള്ളതിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തേങ്ങ ഒരുപാട് മുറ്റിയതാകാനും പാടില്ല, തീരെ കരിക്ക് പോലുള്ളതും പാടില്ല. ഒരു മീഡിയമായിട്ടുള്ള തേങ്ങ എടുക്കാം. നല്ല വൈറ്റ് പാർട്ട് മാത്രം എടുക്കുക. എന്നിട്ട് ഒരു അര കപ്പ് തൈര്, ഒരു പച്ചമുളക്, ഒരു അര ടീസ്പൂൺ ജീരകം ഇത് ചേർത്ത് നമുക്കിനി ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. മഷി പോലെ അരച്ചെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഈ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ശബ്ദം കേൾക്കാം. ഇത്രയും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈ നമ്മൾ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തു ഞാൻ. പിന്നെ ഒരല്പം തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയായതുകൊണ്ട് കുറച്ചൊന്ന് ലൂസാക്കണം. ഫ്ലെയിം അതുപോലെ നല്ല ലോയിൽ വയ്ക്കണം. ഇത് തിളയ്ക്കണ്ട, ജസ്റ്റ് ചൂടായാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം വെള്ളം വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ ഇലയിൽ വിളമ്പാനുള്ളത് കൊണ്ട് ഒരുപാട് വെള്ളമാകരുത്. അതുകൊണ്ട് ഈ ഒരു ടെക്സ്ചറിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പ് പുളിയൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ തൈര് ഒരുപാട് പുളിച്ച തൈരും ആകരുത്, പുളി ഇല്ലാത്ത തൈരും ആകരുത്. ഒരു മീഡിയമായിട്ടുള്ള പുളിയുള്ള തൈര് വേണം ഇതിന് ചേർക്കാൻ. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ടേസ്റ്റൊക്കെ നോക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് എല്ലാം നമുക്ക് നോക്കാം. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുകും ഇട്ട് കൊടുത്തു. ഈ ഒരു 2 വറ്റൽമുളക് കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.